നമസ്കാരം. നമ്മൾക്ക് സ്വർഗത്തെക്കുറിച്ച് വളരെ വികലമായ ഒരു കാഴ്ചപ്പാടാണ് ഉള്ളത്. ഈ പ്രപഞ്ചത്തിൽ എവിടെയും സ്വർഗം എന്ന് പറയുന്ന ഒരു സ്ഥലം ഇല്ല. അതേസമയം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അരൂപിയായ, അവാങ്മനമായ, നിഷ്കലമായ, അരൂപിയായ ഒരു ഫാക്ടറുണ്ട്. അതാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത്. അതാണ് നമ്മൾ ഉറങ്ങുമ്പോഴും അല്ലാത്തപ്പോഴും എല്ലാം നമ്മളറിയാതെ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ഫാക്ടറുണ്ട്. അത് പല പേരിലാണ് അറിയപ്പെടുക. ജീവാത്മാവ് എന്ന് പറയാം, അല്ലെങ്കിൽ ക്ഷേത്രജ്ഞൻ, പരം, സത്ത്, ബോധം, കോൺഷ്യസ്നസ്, ഇങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. ആ ഒരു സംഭവം ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് നമ്മൾക്കറിയില്ല. കാരണം എന്താണ്? നമുക്ക് മനസ്സിന് അത് ഗ്രഹിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? മനസ്സിനെ ട്രാൻസെൻഡ് ചെയ്താൽ, മനസ്സിനെ അതിക്രമിച്ച് കഴിഞ്ഞാൽ, മനസ്സിനെ സെറ്റിൽ ചെയ്താൽ, എങ്ങനെയാണോ നമ്മൾ ഇളകി മറിഞ്ഞ ഒരു ജലാശയം, കലങ്ങി ഇളകി മറിഞ്ഞ ഒരു ജലാശയത്തിനെ നമ്മളതിൻ്റെ ഇളക്കം കളഞ്ഞ് അതിൻ്റെ കലക്കും കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിത്തട്ടിലൊരു സ്വർണ്ണ നാണയം കാണാൻ പറ്റുന്നത് പോലെ നമ്മുടെ മനസ്സിൻ്റെ ഈ പ്രക്ഷുബ്ധത അല്ലെങ്കിൽ മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ മനസ്സിനെ അതിക്രമിച്ച് ആ ആത്മബോധത്തിൽ എത്താൻ കഴിയും. ആ ആത്മബോധത്തിൽ എത്തുന്നതിനെയാണ് നമ്മൾ ആത്മജ്ഞാനം നേടുക, അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം നേടുക, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം നേടുക എന്ന് പറയാം. അപ്പോൾ ആത്മസാക്ഷാത്കാരം നേടിയ ഒരാളുടെ മനസ്സിൽ എപ്പോഴും ഈശ്വര ചിന്ത മാത്രമേ ഉണ്ടാവൂ, മറ്റ് ചിന്തകളൊന്നും തന്നെ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരാൾ മരിക്കുന്ന സമയത്ത് പോലും മറ്റു ചിന്തയൊന്നും ഉണ്ടാവില്ല. ഈശ്വര എന്ന ചിന്ത മാത്രമേ ഉണ്ടാവൂ. ആ ചിന്തയുള്ള ഒരാൾ ഈശ്വരനിൽ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നീട് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി വരില്ല, ഒരു ബോഡി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന ജീവാത്മാവിനോടൊപ്പം ബുദ്ധി, മനസ്സ്, പഞ്ചേന്ദ്രിയങ്ങളുടെ സൂക്ഷ്മതത്വം ഇത് പോവില്ല. ഇതുകൂടി പോയാലാണ് പുതിയൊരു ജന്മം എടുക്കേണ്ടി വരിക. ആ മനസ്സിൽ എന്താണോ ചിന്തകളുള്ളത് അതിൻ്റെ അനുസരിച്ചുള്ള ഒരു ജീവനായിരിക്കും എടുക്കേണ്ടി വരിക. പക്ഷേ ആത്മസാക്ഷാത്കാരം നേടിയ ഒരാളുടെ മനസ്സിലൊരു ചിന്തയില്ല, മനസ്സ് പിയറാണ്, മനസ്സിൻ്റെ സ്ഥലത്തേക്ക് പോകും. ജീവാത്മാവ് അത് പോകേണ്ട സ്ഥലം അതാണ്. അത് നമ്മുടെ പരമാത്മാവിൽ പോയി ലയിക്കും. കാരണം അതിന് ഒരു കെട്ടുപാണ്ടങ്ങളില്ല, അത് ഫ്രീ ആണ്. ആ പരമാത്മാവിൽ ലയിക്കുന്നതിനെയാണ് എന്ത് പറയുക, നമ്മൾ സ്വർഗം നേടുക എന്ന് പറയാം. അങ്ങനെ ലയിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം നേടിയാൽ മാത്രമേ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഈ മനസ്സിനെയും പഞ്ചേന്ദ്രിയങ്ങളുടെ സൂക്ഷ്മതത്വങ്ങളെയൊക്കെ അതിക്രമിച്ചിട്ട് ഈ ജീവാത്മാവ് പരമാത്മാവിൽ കൂടിച്ചേരാൻ സാധിക്കും. അതാണ്